സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർമാർ നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്ന് വീണ്ടും മന്ത്രിമാർ ഗവർണറെ കാണുന്നു. മന്ത്രിമാരായ പി രാജീവും ഡോക്ടർ ആർ ബിന്ദുവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. സ്ഥിരം വിസിമാരെ സർക്കാർ ലിസ്റ്റിൽ നിന്ന് നിയമിക്കണമെന്ന് മന്ത്രിമാർ ഗവർണറോട് ഇന്ന് അഭ്യർത്ഥിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ഗവർണറുടെ നീക്കമൊക്കെ വളരെ ആസൂത്രിതമാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. കാരണം ഈ താൽക്കാലിക വിസിമാരെ നിയമിക്കാനുള്ള ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി അയച്ച കത്തൊന്നും അദ്ദേഹം പരിഗണിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ് അച്ഛൻ. അത്തരത്തിൽ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും താൽക്കാലിക വിസിമാരുടെ പുനർനിയമനം നടത്തിയതിൽ സർക്കാരിന് കടുത്ത എതിർപ്പുണ്ട്. ആ എതിർപ്പ് അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ രണ്ടാമതും ഒരു കത്ത് അയച്ചിരുന്നു. എന്തായാലും ഇന്ന് ചർച്ച നടത്താൻ പോകുന്നത് ആദ്യം അയച്ച, അതായത് സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ആദ്യം ഒരു കത്ത് മുഖ്യമന്ത്രി അയച്ചിരുന്നു. അതായത് സർക്കാർ പ്രതിനിധികളുമായി ചർച്ച നടത്തി സ്ഥിരം വിസി നിയമനം നടത്തണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ രണ്ട് മന്ത്രിമാരെ, അതായത് നിയമമന്ത്രി പി രാജീവിനെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെയും സർക്കാർ പ്രതിനിധികളായി നിശ്ചയിച്ചു എന്ന് അറിയിച്ചുകൊണ്ട് സർക്കാർ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഒരു അറിയിപ്പ് രാജ്ഭവന് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ചർച്ച ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇന്ന് 13 സർവകലാശാലകളിൽ, സംസ്ഥാനത്തെ 14 സർവകലാശാലകളിൽ 13 ഇപ്പോൾ സ്ഥിരം വി സി ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ സാഹചര്യത്തിൽ സ്ഥിരം വി സി നിയമനവുമായി ബന്ധപ്പെട്ടാണ് സ്ഥിരം വി സി നിയമനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇന്ന് പ്രധാനമായി ചർച്ചയ്ക്കെടുക്കുന്നത്. സ്ഥിരം വി സി നിയമനത്തിൽ സർക്കാർ ഒരു സെർച്ച് പട്ടിക ഗവർണർ നിയമിക്കേണ്ടതുണ്ട്. അതിന് സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധികളെ കൊടുക്കാത്തതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയെ തരണമെന്നുള്ള ആവശ്യം രാജ്ഭവൻ ആവശ്യപ്പെടും. എന്നാൽ ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ തന്നാൽ പോലും ഈ രാഷ്ട്രീയ സ്വാധീനമുള്ള രീതിയിലുള്ള നിയമനങ്ങൾ വി സി ആയി വരരുത്. രാഷ്ട്രീയ സ്വാധീനത്തിൽ വി സി നിയമനം പാടില്ല. അക്കാദമിക് പ്രൊഫഷൻ മാത്രം നോക്കിക്കൊണ്ടുള്ള നിയമനം വേണമെന്നുള്ള ആവശ്യം സർക്കാർ മുന്നോട്ട് വയ്ക്കും. എന്തായാലും ഈ വിഷയത്തിലാണ് പ്രധാനമായി ചർച്ച നടക്കുന്നത്. അതേസമയം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സിസ തോമസിനെയും ശിവപ്രസാദിനെയും വീണ്ടും നിയമിച്ചതിനെതിരെ സർക്കാരിന് കടുത്ത അതൃപ്തിയുണ്ട്. ഈ അതൃപ്തി ഇന്ന് രാജ്ഭവനെ അറിയിക്കും. ഒപ്പം ഇത് സുപ്രീം കോടതി അറിയിക്കണമോ എന്നുള്ള കാര്യവും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അത് ഇന്നത്തെ ചർച്ചയുടെ ഒരു ഇമ്പാക്റ്റ് അനുസരിച്ചായിരിക്കും സുപ്രീം കോടതിയിൽ വീണ്ടും ഈ താൽക്കാലിക വി സിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിൽ സുപ്രീം കോടതി അറിയിച്ച് തുടർ നിയമ നടപടിയിലേക്ക് പോകണമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും ഇന്ന് 10:00-ക്കാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.